പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ, ആയുസ്സിൽ കാണാത്ത പുതിയ പ്രഭാതം കൂടി നമുക്ക് ദൈവം ദാനമായി തന്നതോർത്ത് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും തന്ന് നമ്മളെ പരിപാലിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് നമ്മളെ മറച്ച് ദൈവത്തോട് നന്ദി പറയാൻ ഈ പ്രഭാതവും ശേഷിപ്പിച്ചതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് യഹോവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനാധാരമായി രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാം. രൂത്ത് ചാപ്റ്റർ 2 വേഴ്സ് 16 വായിച്ചു കേൾപ്പിക്കുന്നു. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഈ വാക്കുകൾ രൂത്തിന്റെ പുസ്തകമായതുകൊണ്ടും വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആരോട് പറഞ്ഞതാണെന്ന് വേഗത്തിൽ നമുക്കറിയാം. ബോവസ് തൻ്റെ വേലക്കാരോട്, ബാല്യക്കാരത്തികളോട് പറഞ്ഞ വാക്കാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. ഇത് ബോവസിന്റെ വാക്കുകളാണ്, ബാല്യക്കാരികളോടുള്ള ബോവസിന്റെ വാക്കുകളാണ്. ആർക്കു വേണ്ടിയാണ് ഈ വാക്കുകൾ എന്ന് കൃത്യമായി അറിയാം. അത് രൂത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ രൂത്തിന് വേണ്ടി ഈ വാക്കുകൾ പറയുമ്പോൾ മുമ്പൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഭാഗ്യവശാൽ അവള് ബോവസിന്റെ വയലിലാണ് എത്തിച്ചേർന്നത്. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ എത്തിച്ചേർന്നു. അതിനുമുമ്പ് ബോവസ് 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ പെണ്ണ് ഏതാണ്, ഇവൾ എവിടുന്ന് വന്നു, അപ്പോൾ നവോമിയുടെ മരുമകളാണ്, നവോമിയോട് കൂടെയുള്ള മകളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ബോവസ് അടുത്തെന്നൊരു വാക്ക് പറയുന്നുണ്ട്. അത് പ്രസക്തമായ വാക്കാണ്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ, നിന്റെ പ്രവൃത്തിക്ക് ദൈവം പ്രതിഫലം തരട്ടെ. ആ വാക്കിലൊരു വ്യക്തതയുണ്ട്, ക്ലാരിറ്റിയുണ്ട്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്, അതെ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ അടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്. അപ്പോ ഈ കണക്ഷൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കിട്ടിയതാ. ഒരു ഭക്തനായ ബോസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവമായിട്ടുള്ള ബന്ധത്തെ കിട്ടിയതാ. ചെന്ന് പറയുന്ന വാക്ക് അങ്ങനെയാ, ഇസ്രയേലിന്റെ ദൈവമായ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു, അതിന്റെ ചിറകടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ. മുമ്പുള്ള വാക്ക് കാണാം. അന്നത്തെ സാഹചര്യത്തിൽ വെച്ച് രൂത്തിനെയും ഓർപ്പയെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തിരിച്ചു പറഞ്ഞു വിടാനായിട്ട് നവോമി എന്ന അമ്മച്ചു ശ്രമിക്കുമ്പം മരുമക്കളെ രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് വിടണം. കാരണം നിയമം, പ്രമാണം എഴുതി വെച്ചുകൊണ്ട് 10-ാം തലമുറയെ ഈ പാളയത്തിൽ എണ്ണപ്പെടുകയുള്ളൂ, ആലയത്തിൽ കിടക്കാൻ പാടുള്ളൂ. വിജാതീയരായ അവരെ യഹൂദ ഗണത്തിൽ എണ്ണപ്പെടത്തില്ല, മാറ്റി നിർത്തപ്പെടും. അതുകൊണ്ട് അവിടുത്തെ സിസ്റ്റവും കഷ്ടവും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന അമ്മായിയമ്മ നവോമി പറഞ്ഞു, മക്കളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോക്കോ, ഞാൻ എന്തായാലും കയ്പാ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോ, ഇവിടെ എനിക്ക് ആരുമില്ല. സാഹചര്യം അത് നമ്മൾ ഓർക്കുന്നു, ഓർപ്പ ചുമ്മാങ്ങോ, അങ്ങനെയല്ല. ഓർപ്പ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടാ പോയത്. കാരണം അവൾക്ക് മുൻപോട്ടുള്ള ലൈഫ് നോക്കുമ്പോൾ ഇത് സാധിക്കത്തില്ല. ഇസ്രയേൽ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെടും. അമ്മാവിയമ്മയുടെ കാലം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും, മറ്റൊരാളില്ല. 10-ാം തലമുറ എടുക്കാൻ പറ്റത്തുള്ളൂ. പാളയത്തിൽ എണ്ണപ്പെടത്തില്ല, വ്യക്തികളോടുകൂടി, യഹൂദന്മാരോടുകൂടി എണ്ണപ്പെടത്തില്ല. കാരണം യഹൂദന്മാർ ഒരു വേറുകൃത്യം. അതുകൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് പറഞ്ഞത്, കോരുവാൻ പാത്രമില്ലാതെ നീ എങ്ങനെ കോരുന്നത്, ശമരിയിലെ ആളുകളായിട്ട്. അപ്പൊ മോവാബിനോട് അതിൽ കൂടുതൽ അകൽച്ച ഉള്ള ഈ ഇസ്രയേൽ ജനത്തിൽ എണ്ണപ്പെടത്തില്ല. അത് വ്യക്തമായി അറിയാവുന്ന അമ്മാവിയമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ പൊക്കോ. ഇതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ ഉള്ള ഓർപ്പ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യവശാൽ ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങള്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഓർപ്പ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ്. രൂത്ത് പറയുന്നു, ഞാൻ നിന്റെ കൂടെ വരിക, നിന്റെ ദൈവം. അവിടെ പ്രത്യേകമായ നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാൻ അടക്കപ്പെടും, നിന്റെ ജനം എൻ്റെ ജനം. കേറ്റുവോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. അവിടെ ആ വാക്ക് അണ്ടർലൈൻ ചെയ്യണം, ഒന്ന് സ്പർശിക്കണം. ഈ പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ ദൈവമാണെന്ന്, ജീവനുള്ള ദൈവത്തെ എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് റിസീവ് ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ,
നിന്നെ തമ്പുരാന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ, മത്തായി സുവിശേഷം ആരംഭിക്കാൻ ജീനിയോളജിക്ക് അകത്തൊരു 3 സ്ത്രീകളുടെ പേരുണ്ട്. അതിനകത്ത് ഒരാളാ രൂത്ത്, മറ്റൊരാളാ രാഹാബ്. ഇവരൊക്കെ അന്യജാതിയിൽപ്പെട്ട ആളുകളാ, യഹൂദ ഗണത്തിൽ എണ്ണപ്പെട്ടതല്ല. എന്നിട്ടും വംശാവലിക്കകത്ത്, യേശുവിന്റെ ജീനിയോളജിക്കകത്ത് ഈ പ്രിയപ്പെട്ടവർ, ഈ സഹോദരിമാര് വരാൻ കാരണമുണ്ട്. അവരുടെ തീരുമാനത്തിന്റെ ഒരു വിലയുണ്ട്. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. പുറപ്പെടുക അമ്മാവിയമ്മയുടെ പുറകെ ഭാണ്ഡക്കെട്ടുമായിട്ട് പുറപ്പെട്ടു വരുന്ന പെണ്ണിനെ, ആ സ്ത്രീയെ നോക്കിയിട്ട് ആളുകൾ പറഞ്ഞു, വീടും കാര്യങ്ങളും ഒക്കെ കൊടുത്തു എന്നാ, പക്ഷേ അവൾക്കൊരു വാസസ്ഥലമില്ല. പക്ഷെ മുമ്പ് കാണുന്നുണ്ട്, അമ്മാവിയമ്മയ്ക്ക് ടെൻഷനായി. ഇവള് കൂടെ വന്നതല്ലേ, അവക്കൊരു വാസസ്ഥലം ഒരുക്കണ്ടേ. അവള് പറഞ്ഞു, പെറുക്കാൻ പോയി. അമ്മാവിയമ്മയെ വീട്ടിലിരുത്തിട്ട് പെറുക്കാൻ പോയി. എവിടാ പോയത്? ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലാ ചെന്നത്. രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരൻ, ആദ്യ വീണ്ടെടുപ്പുകാരൻ വേറെയുണ്ട്, രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു വേണം അവളെ വീണ്ടെടുക്കാനായിട്ട്. അത് സാധിക്കാൻ ഭയങ്കര സാധ്യത കുറവാണ്. ഇസ്രയേലില് അല്ലാതെ അവർക്ക് വേണ്ടുവോളം ആളുകളും സ്ത്രീകളും ഉള്ളപ്പോഴാണ് അതിന് സാധ്യത കുറവാ. പക്ഷേ അമ്മാവിയമ്മ പറഞ്ഞു, നിന്റെ കാര്യം തീർക്കാതെ അവനിനി സ്വസ്ഥത കിട്ടത്തില്ല. ഇന്ന് വീണ്ടെടുപ്പുകാരനായ ബോവസ് യേശു കർത്താവിനെ നിഴലായിട്ട് നിൽക്കുമ്പോൾ, പുറം ജാതിയിൽ എറിയപ്പെട്ട ഈ സന്ദേശം കേൾക്കുന്ന, പുറം ജാതിയിൽ എറിയപ്പെട്ട ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി, ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് ഭാഗ്യവശാൽ ഈ യേശു കർത്താവിന്റെ വയലിൽ എത്തിച്ചേരാൻ ദൈവം നമുക്കിടയാക്കി. അവിടുന്ന് കർത്താവിന് നമ്മോടൊരു പ്രസാദം തോന്നി. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാകാതെ യേശു കർത്താവിന് സ്വസ്ഥതയില്ല. അതാ ഈ ബന്ധത്തിന്റെ ആഴം. അമ്മാവിയമ്മ പറഞ്ഞു, നിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ അവന് സ്വസ്ഥത കിട്ടുകയില്ല. പിന്നീട് ആദ്യത്തെ ചാർച്ചക്കാരന്റെ അടുത്ത്, വീണ്ടെടുപ്പാൻ അർഹതയുള്ളവന്റെ അടുത്ത് പോയി ആ കാര്യങ്ങൾ ക്രമീകരിച്ച് ഈ പെണ്ണ്, ഈ രൂത്തിനെ ഭാര്യയായി വീണ്ടെടുത്ത് കുടുംബത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ, ഒരിക്കൽ പോലും രൂത്ത് വിചാരിച്ചിട്ടില്ല താൻ കാലാ പെറുക്കുന്ന വയൽ തന്റെ സ്വന്തമാകുമെന്ന്. പക്ഷെ ഒരു വസ്തുത ഇവിടെ പറയാം, താഴ്മയോടെ യഹോഭക്തിയോടെ. അതേ ആ ബോവസ് പറഞ്ഞ 2:12 പറയുന്ന വാക്കുപോലെ, അതേ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകടിയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഇന്ന് ദൈവത്തിന്റെ ആ ചിറകടിയിൽ, യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആ ചിറകടിയിൽ മാത്രം ആശ്രയിക്കുന്ന, അതേ ആ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിന്റെ കീഴിൽ മാത്രം പാർക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ നോക്കി തമ്പുരാൻ പറയും, ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഹല്ലേലൂയ. നിനക്കുള്ള പ്രതിഫലമുണ്ട്. തമ്പുരാൻ നിനക്ക് പ്രതിഫലം തരും. കാരണം നീ ആശ്രയിക്കുന്ന മാനുഷിക കരങ്ങളെയല്ല, ദൈവത്തിന്റെ കരത്തിലാ. പിന്നീട് കാണാം, ഭാഗ്യവശാൽ എത്തിയ രൂത്ത് ആ വയലിന്റെ ഉടമസ്ഥയായി മാറി. യേശു കർത്താവിന്റെ ജീനിയോളജിക്കകത്ത് രൂത്ത് വന്നു. രൂത്ത് ഓബേദിനെ പ്രസവിച്ചു. ആ രൂത്ത് ഓബേദിനെ എന്നൊരു കുഞ്ഞിനെ ജനിപ്പിച്ച നവോമിക്ക് കൊടുത്തു. ആ കുഞ്ഞ് ഇശായിയുടെ അപ്പൻ. ആ ഇശായിലാണ് ദാവീദ് ജനിച്ചത്. പുസ്തകം പറയുന്നു, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇവിടുത്തെ വചനത്തിലേക്ക് വരട്ടെ. ഈ വാക്ക് പറയുന്നത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. എല്ലാ സാധ്യതകളും വാങ്ങി, എല്ലാ വഴിയും അടഞ്ഞിട്ട് ഒന്നും കാണാതിരിക്കുമ്പോൾ, കർത്താവ് നിന്നെ ബോവസിന്റെ വയലിൽ, യേശു കർത്താവിന്റെ വയലിൽ എത്തിച്ചിരിക്കുക. ഇവിടെ നിനക്ക് വേണ്ടി വഴി തുറക്കും, അവിടെ നിനക്ക് വേണ്ടി കരുണ കാണിക്കും, അവിടെ നിനക്ക് വേണ്ടി പൊൻചങ്കോൽ നീട്ടും, അവിടെ നിനക്ക് വേണ്ടി കൃപ ലഭിക്കും. അവളെ ശകാരിക്കരുത് എന്നും കൽപ്പിച്ചു. അതേ ഭാഗ്യവശാൽ ബോവസിന്റെ കുഞ്ഞെ എല്ലാ വഴികളും അടഞ്ഞ്, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ കുഞ്ഞാണോ, കർത്താവിനെയാണോ നീ ആശ്രയിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോടാണോ? സൈനികരുടെ ദൈവം യഹോവയോടാണോ? യേശു കർത്താവിനെ മാത്രമാണോ നീ ആശ്രയിക്കുന്നത്? സകല വഴിയും അടയുമ്പോൾ നിനക്ക് വേണ്ടി തുറക്കുന്നൊരു വഴിയുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയിലാണോ ആശ്രയിക്കുന്നത്? യേശു കർത്താവിൽ മാത്രമാണോ നിന്റെ ആശ്രയം? അവനിൽ മാത്രം ആശ്രയിക്കുക, അവനെ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഭാരപ്പെടാനില്ല. നിനക്ക് വേണ്ടി കരുതും. ഭാഗ്യവശാൽ എത്തിച്ചേർന്ന് യേശു കർത്താവിന്റെ വയലില്ല. ഇവിടെ നീ നിരാശപ്പെടത്തില്ല. ഇവിടെ എല്ലാ വാതിലും അടയുമ്പോൾ നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിലുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഭാഗ്യവശാൽ യേശു കർത്താവിന്റെ വയലിൽ, യേശു കർത്താവ് ഗുരുവായിട്ട്, യേശു കർത്താവ് ശിഷ്യത്വം എടുത്തിരിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളും അടയുമ്പോൾ
വഴികൾ തുറക്കുന്ന, കൂടിരിക്കുന്ന, കൂടെ നടക്കുന്ന, നിത്യത വരെ എത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം അങ്ങനെ കൈമാറുന്നു. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. രൂത്ത് ബോവസിന്റെ വയലെത്തിയതുപോലെ ഞങ്ങളെ കർത്താവിന്റെ വയലിൽ ചേർത്തിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പരിപാലിക്കുന്നതിനായി സ്തോത്രം. വഴികൾ അടയുമ്പോൾ വഴികൾ തുറക്കുന്ന ദൈവത്തിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിടിയാൽ സ്തോത്രം. സകലമാന മുഖത്തെടുത്തെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ഗഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.